ഹലോ, ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ പതിനായിരങ്ങളും ലക്ഷങ്ങളും നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. പല സംരംഭകരും നേരിടുന്ന ഒരു പ്രശ്നമാണ് പരസ്യം കൊടുത്ത് ഒരുപാട് കാശ് നഷ്ടമായി, ഓർഡർ ഒന്നും കിട്ടണില്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല, എവിടെയാണ് മിസ്റ്റേക്ക് എന്ന് അറിയില്ല, ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റൊക്കെയാണ്, ഡിമാൻഡുള്ള പ്രൊഡക്റ്റാണ്, എന്നിട്ടും എവിടെയാണ് മിസ്റ്റേക്ക് സംഭവിക്കണമെന്ന് അറിയില്ല, ഓർഡർ കിട്ടണില്ല, പരസ്യമൊക്കെ കൊടുക്കുന്നുണ്ട്, പല രീതിയിൽ പരസ്യങ്ങൾ കൊടുക്കാറുണ്ട്, പെയ്ഡ് പരസ്യങ്ങളും അല്ലാതെയും കൊടുക്കാറുണ്ട്. പക്ഷേ ഓർഡർ വേണ്ടത്ര രീതിയിൽ വന്നില്ല. ഇന്നത്തെ വീഡിയോ ഇതിനുള്ള സൊല്യൂഷനാണ്. മുഴുവനായിട്ട് നിങ്ങൾ കാണാം. ഈ വീഡിയോയുടെ അവസാന ഭാഗത്തിൽ പ്രാക്ടിക്കലായിട്ട് ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരസ്യം കണ്ട് ആ സെക്കൻഡിൽ തന്നെ അപ്പം തന്നെ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്ത് കസ്റ്റമേഴ്സ് സാധാരണ വാങ്ങില്ല. റിസർച്ചുകൾ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5-6 തവണ കസ്റ്റമേഴ്സ് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ പറ്റിയോ സർവീസിനെ പറ്റിയോ കേട്ടതിന് ശേഷമാണ് അവർ ആ പർച്ചേസിങ് ഡിസിഷൻ എടുക്കുകയുള്ളൂ. അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കോമൺ സെൻസ് വെച്ചാൽ തന്നെ നമുക്കത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാത്ത ഒന്നിനെ നമ്മൾ വിശ്വസിക്കില്ല, അറിയാവുന്നതിനെ മാത്രമാണ് വിശ്വസിക്കുകയുള്ളൂ. ഈ വിശ്വാസം എന്നുള്ളത് സെയിൽ നടക്കാനുള്ള ഒരു ഡിറ്റർമിനിങ് ഫാക്ടറാണ്. സെയില് ഞാനത് വാങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ കസ്റ്റമറെ ഇൻഫ്ലുവൻസ് ചെയ്യണ ഒരു സംഗതിയാണ് വിശ്വാസം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് പലതവണ ഈ പ്രൊഡക്റ്റിനെ പല സെനേരിയോയിൽ കേട്ടതിന് ശേഷമാണ് ഇവരിത് വാങ്ങുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒറ്റയടിക്ക് സെയിൽ നടന്നില്ല എന്ന് കരുതി വിഷമിക്കേണ്ടതില്ല. നമുക്ക് അതിന് സൊല്യൂഷൻ ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് ഒന്നിലധികം ടച്ച് പോയിന്റുകൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. വേറൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ പരസ്യം കണ്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്തെന്ന് വിചാരിക്കുക. ആ കസ്റ്റമർക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങളും എല്ലാം പറയുന്നു, നിങ്ങൾ വില പറയുന്നു, അതിനുശേഷം റിപ്ലൈയോ കാര്യങ്ങളോ ഒന്നും കസ്റ്റമറുടെ അടുത്തുനിന്ന് കിട്ടണില്ല. അധിക സമയം ഓൺലൈനിലാണ് ഇത് അധികം സംഭവിക്കാറ്. ഓൺലൈനിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് നമ്മൾ വാട്സപ്പിലേക്കായിരിക്കും വരാം. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് കസ്റ്റമർക്ക് സെല്ല് ചെയ്യാനായിട്ട് നോക്കരുത്. ഇതിനുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ടൈംസിൽ നമ്മൾ കസ്റ്റമറുമായിട്ട് കോണ്ടാക്റ്റ് നിലനിർത്തണം. ഇതെങ്ങനെ എഫക്റ്റീവായിട്ട് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാം. ഒരു കാര്യം നമ്മൾ മനസ്സിൽ എപ്പോഴും ഓർക്കുക, കസ്റ്റമേഴ്സ് പ്രൊഡക്റ്റും സർവീസും വാങ്ങുന്നത് എപ്പോഴാണോ അവർ വാങ്ങാൻ റെഡിയാവുന്നത് ആ സമയത്താണ്. നമ്മളെപ്പോഴാണ് വിൽക്കാൻ തയ്യാറാവുന്നത് ആ ടൈമിലല്ല അവർ വാങ്ങുന്നത്. നമ്മൾ വിൽക്കാൻ റെഡിയാണ്, പക്ഷേ അവർ വാങ്ങാൻ റെഡി ആയിട്ടില്ല. അപ്പോൾ അവരെ വാങ്ങാൻ വേണ്ടി റെഡിയാക്കി എടുക്കുക. വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരെപ്പോഴാണോ വാങ്ങാൻ റെഡി ആകുന്നത് ആ സമയത്ത് നമ്മളവിടെ ഉണ്ടാവണം. എന്നാൽ മാത്രമാണ് നമുക്ക് സെയിൽ കിട്ടുള്ളൂ. ഇതെങ്ങനെ പ്രാക്ടിക്കലി ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കോഴ്സിലും വിശദമായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സെയിൽ കൂടും. ഒന്നാമതായിട്ട് നമുക്ക് വേണ്ടതൊരു ലീഡ് ജനറേറ്ററാണ്. ലീഡ് ജനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ ആകർഷിക്കണ എന്തെങ്കിലും നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അത് അവർക്ക് സൗജന്യമായിട്ട് കൊടുക്കണം. ജസ്റ്റ് നമ്മളിലേക്ക് അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പ്രാക്ടിക്കലി പറയുകയാണെങ്കിൽ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ജിമ്മിൻ്റെ എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങൾ അതുപോലെ തന്നെ വർക്കൗട്ടിനിടുന്ന ഷൂസ്, ട്രാക്ക് പാൻറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് നിങ്ങൾ സെല്ല് ചെയ്യണമെന്ന് വിചാരിക്കുക. ജിമ്മുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് നിങ്ങൾ സെല്ല് ചെയ്യണമെന്ന് വിചാരിക്കുക. ഡയറക്റ്റ് പരസ്യം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പക്ഷേ കസ്റ്റമേഴ്സ് ഇതേപോലെ വില ചോദിക്കും, പോകും. 10 പേര് വരുമ്പോൾ ഒരാൾ ചിലപ്പോൾ വാങ്ങും. 20 പേര് വരാൻ നേരത്ത് 2 പേരോ 3 പേരോ ചിലപ്പോൾ വാങ്ങും. അപ്പോഴും വരുന്നതിലധിക പേരെ നമുക്ക് സെയിലായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇതിനുള്ള സൊല്യൂഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾ ജിം റിലേറ്റഡ് പ്രൊഡക്ട്സ് ആണ് സെല്ല് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് പ്രൊഡക്റ്റിൻ്റെ പരസ്യം കൊടുക്കാതെ നിങ്ങൾ ചെയ്യേണ്ടത് സൗജന്യമായിട്ടുള്ളൊരു ട്രെയിനിങ്, ഫ്രീ ട്രെയിനിങ് ഓൺലൈനിലൂടെ തന്നെ ബിഗിനേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക. കാരണം ബിഗിനേഴ്സാണ് ആ തയ്ച്ച് നിൽക്കുന്ന ടൈമിലാണ് എല്ലാവരും ഈ സംഗതിയെല്ലാം വാങ്ങുക. അപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള സൗജന്യ ഫ്രീ ട്രെയിനിങ് ഓൺലൈനിലൂടെ പ്രൊവൈഡ് ചെയ്യുക. ഇതാണ് നിങ്ങളുടെ ലീഡ് ജനറേറ്റർ. അപ്പോൾ സൗജന്യമായിട്ടുള്ള ഇത് പ്രൊവൈഡ് ചെയ്യാൻ നേരത്ത് ഈ ജിമ്മിനോടും അതുപോലെ തന്നെ ഫിറ്റ്നസ്സിനോടും ട്രെയിനിങ്ങിനോടും ഇതിനൊക്കെ താല്പര്യമുള്ള ആളുകളാണ് ഇതിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരിക. ഇവരാണ് നാളെ നിങ്ങളുടെ പേയിങ് കസ്റ്റമറായിട്ട് മാറാൻ പോകുന്നത്. അപ്പോൾ ഇവരെ അട്രാക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്.
അപ്പോൾ സൗജന്യമായിട്ട് കൊടുക്കുക. സോഷ്യൽ മീഡിയയിലാണെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അവർക്ക് എന്തെങ്കിലും ഒരു വാല്യൂ കൊടുക്കുക. ലീഡ് ജനറേറ്ററാണ് ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ലീഡ് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിന് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും, അതിനെയാണ് ലീഡ് ജനറേറ്റർ എന്ന് പറയുന്നത്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. മാർക്കറ്റിലുള്ള പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ ഒരു മാഗ്നറ്റ് പോലെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലീഡ് ജനറേറ്റർ ഉപയോഗിക്കുന്നത്. ഇതുപയോഗിച്ച് ഇവരെ നേരെ നമ്മുടെ വാട്സപ്പിൽ കൊണ്ടുവരിക. വാട്സപ്പിൽ കൊണ്ടുവന്നതിന് ശേഷം അവർക്ക് സൗജന്യമായിട്ട് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണ ആ ക്ലാസ്സുകൾ കൊടുക്കുക. വീണ്ടും വീണ്ടും കണ്ടിന്യൂസ് ആയിട്ടുള്ള വാല്യൂസ് കൊടുക്കുക. നേരത്തെ ആദ്യം വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, ഒന്നിലധികം ടച്ച് പോയിന്റുകൾ, വേറൊരു രീതിയിൽ പറഞ്ഞാൽ 5-6 തവണ കോണ്ടാക്റ്റ് വന്നതിന് ശേഷമാണ്, 5-6 തവണ നമ്മളുടെ പ്രൊഡക്റ്റിനെ പറ്റിയോ സർവീസിനെ പറ്റിയോ കേട്ടതിന് ശേഷമാണ് കസ്റ്റമേഴ്സ് ആ പർച്ചേസിങ് ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ ആ കസ്റ്റമർ എപ്പോഴാണോ മാർക്കറ്റ് റെഡി ആകുന്നത് ആ സമയത്ത് നിങ്ങൾ അവിടെ വേണം. അപ്പോൾ ഇവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൗജന്യ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഈ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ ആഡ് ചെയ്യണം. ഇപ്പോഴും അവർ നിങ്ങളുടെ കസ്റ്റമർ ആയിട്ടില്ല, അതൊരു ലീഡാണ്, അതൊരു പൊട്ടൻഷ്യൽ കസ്റ്റമറാണ്, നാളെ ആകാവുന്ന കസ്റ്റമറാണ്, ആയേക്കാവുന്ന കസ്റ്റമറാണ്. അപ്പോൾ ഇവർക്ക് നമ്മൾ ആ ഫ്രീ ക്ലാസ്സിന് ശേഷം വീണ്ടും വീണ്ടും വാല്യൂസ് കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ വേറൊരു വാല്യൂ കൊടുക്കാൻ പറ്റണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ ലാഭമുള്ളത് എന്താ പറയുക, അത്ലറ്റിക് ഷൂസ് വിൽക്കുമ്പോഴാണെന്ന് വിചാരിക്കുക. ഷൂസ് നിങ്ങൾക്ക് വിറ്റ് കഴിഞ്ഞാൽ നല്ല ലാഭമുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു വാല്യൂ സൗജന്യമായിട്ട് ഇവർക്ക് കൊടുക്കാൻ പറ്റുന്നത്, ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ സൗജന്യമായിട്ട് കൊടുക്കാൻ പറ്റുന്നത്, നിങ്ങളുടെ നടുവേദനയുടെ കാരണം നിങ്ങളുടെ ഷൂസാണ്. ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൊടുക്കാം. അപ്പം നല്ല ഷൂസ് ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നടുവേദന ഉണ്ടാവും. കാരണം കാലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാലിനുള്ള ട്രെയിനിങ് ആണ് നമ്മളെപ്പോഴും എടുക്കേണ്ടത്. ആ കാലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഷൂസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ അവർക്ക് നമ്മളൊരു എന്താ പറയുക, ഫ്രീ ആയിട്ടുള്ളൊരു വാല്യൂ പ്രൊവൈഡ് ചെയ്യാണ്. അവർ നേരിടുന്ന ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനാണ് നമ്മൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നടുവേദനയുള്ള ആളുകൾ ചിന്തിക്കും, ശരിയാണ്, എൻ്റെ ഷൂസ് ആയിരിക്കാം ഒരു പക്ഷേ നടുവേദനയുടെ പ്രശ്നം, ഷൂസ് ഒരു പക്ഷേ മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ആയേക്കാം. സ്ഥിരമായിട്ട് ഓടുന്നവരാണ്, ശരിയാണ്, ഷൂസ് ആയിരിക്കും എൻ്റെ മുട്ടുവേദനയുടെ പ്രശ്നം. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വാല്യൂസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ വാല്യൂസ് കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മളുടെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുക. അപ്പോൾ ഈ പ്രോബ്ലം കാര്യങ്ങളും 4, 5, 6 തവണ നമ്മൾ ഇവരുമായിട്ടൊരു ടച്ച് പോയിന്റിലൂടെ കോണ്ടാക്ട് ചെയ്തു. 4-5 തവണ നമ്മളിത് ചെയ്യാൻ നേരത്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ പ്രൊഡക്റ്റുകൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യുക. നിങ്ങൾക്ക് നടുവേദനയും മറ്റു കാര്യങ്ങളോ ഇഞ്ചുറീസോ കാര്യങ്ങളോ ഒന്നും വരാത്ത, കറക്റ്റ് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തേക്കണ, പ്രോപ്പർ കുഷനിങ്ങും കാര്യങ്ങളും ഉള്ള അത്ലറ്റിക് ഷൂസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ ബ്രാൻഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ഇത് വാങ്ങിക്കുക. ഇങ്ങനെ പറയാൻ നേരത്ത് നമ്മൾ ആ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിന് ഡയറക്റ്റ് സെല്ല് ചെയ്യല്ല, അവർക്ക് വേണ്ടത്ര വാല്യൂ കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് പറയുമ്പോഴും എല്ലാവരും വാങ്ങിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ആ സമയത്ത് മാർക്കറ്റ് റെഡി ആയിട്ടുള്ളവർ, ഇപ്പോൾ നാളെ കഴിഞ്ഞ് ജിമ്മിൽ ജോയിൻ ചെയ്യാൻ പോവാണ്, അങ്ങനത്തെ ഒരാൾ അപ്പോൾ ആ ഷൂസ് വാങ്ങിക്കും. ആ നിങ്ങൾ വിളിച്ചുകൊണ്ട് വന്ന പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ അടുത്ത ആഴ്ച ജിമ്മിൽ ജോയിൻ ചെയ്യണവരുണ്ടാവും, അവർ അടുത്ത ആഴ്ചയെ വാങ്ങുള്ളൂ. നേരത്തെ പറഞ്ഞ ഒന്നുകൂടി ഓർക്കുക, അവരെപ്പോഴാണോ റെഡി ആകുന്നത് ആ സമയത്താണ് പർച്ചേസിങ് നടക്കുകയുള്ളൂ. നിങ്ങൾ സെല്ല് ചെയ്യാൻ റെഡി ആവുന്ന ടൈമിലല്ല അവർ പർച്ചേസ് ചെയ്യുക, അവർ വാങ്ങാൻ എപ്പോഴാണോ തയ്യാറാവുന്നത് ആ ടൈമിലാണ് പർച്ചേസ് നടക്കുകയുള്ളൂ. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ അവിടെ വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവരെ കളക്റ്റീവ്ലി ഒരു സ്ഥലത്ത് എത്തിക്കുന്നത്. അത് അധിക സമയം എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നത് വാട്സപ്പ് ഗ്രൂപ്പുകളിലാണ്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷമാണ് സെല്ല് ചെയ്യേണ്ടത്. ഈ സെല്ലിംഗ് പ്രോസസ്സ് ഇവിടെയാണ് നടക്കേണ്ടത്. ഒന്നിലധികം തവണ നമ്മളുടെ പ്രൊഡക്റ്റിനെയും സർവീസിനെയും പറ്റി റിപ്പീറ്റഡ് ആയിട്ട് കേട്ടതിന് ശേഷമാണ് അവിടെ സെയിൽ നടക്കുകയുള്ളൂ. അപ്പോഴാണ് നമുക്ക് കൂടുതൽ കൺവേർഷൻ വരാം. 100 പേര് വരാൻ നേരത്ത് അപ്പോൾ 25, 30, 50 പേരൊക്കെ നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങിക്കും. മറ്റത് 100 പേര് വരാൻ നേരത്ത് 10, 20 പേര് വാങ്ങിച്ചാലായി, ബാക്കിയെല്ലാം നമുക്ക് മിസ്സായി പോയാണ്. ഒരു പക്ഷേ അടുത്ത ആഴ്ച അവർ വാങ്ങിയേനെ, പക്ഷേ നമ്മൾ ആ ദിവസം പരസ്യത്തിന് കോണ്ടാക്ട് ചെയ്തു, പിന്നെ അവരും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അവരവരുടെ ലൈഫായിട്ട് മുന്നോട്ട് പോകുന്നു. നമ്മളുടെ ഈ പരസ്യത്തിൻ്റെ അബദ്ധം സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും പരസ്യം കൊടുക്കുന്നു. ഓരോ തവണയും പുതിയ പുതിയ ആളുകളെ തേടി ഇങ്ങനെ പോകുന്നു. നമ്മളായിട്ട് അവർ കോണ്ടാക്ട് നിലനിർത്തണം. അവരെന്നാണോ മാർക്കറ്റ് റെഡി ആവുന്നത് ആ ടൈമിൽ പർച്ചേസ് ചെയ്യാനായിട്ട്. ഇതേപോലെ ചെയ്യാനാണ് ഞാൻ എൻ്റെ കോഴ്സിൽ വിശദമായിട്ട് പറയുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് സെയിൽ കൺവേർഷൻ വന്നത്. ഇത് കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിൽ വരും. അതല്ലാതെ നേരെ തിരിച്ച് നമ്മൾ
പരസ്യം കൊടുക്കുന്നു. പല രീതിയിൽ നമുക്ക് പരസ്യം കൊടുക്കാം. ചിലർ പെയ്ഡ് പരസ്യങ്ങളെല്ലാം കൊടുത്ത് ഒരുപാട് കാശ് കളയുന്നുണ്ട്. ഞാൻ റെക്കമെൻഡ് ചെയ്യണ പെയ്ഡ് പരസ്യങ്ങളിലേക്ക് ആദ്യം പോകരുതെന്നാണ്. ആദ്യം നമുക്ക് സൗജന്യമായിട്ടുള്ള മാർക്കറ്റിംഗ് രീതികൾ ഉപയോഗിക്കാം. എന്നിട്ട് പതിയെ പതിയെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് പെയ്ഡിലേക്ക് പോകണതാണ് ഏറ്റവും ബെറ്റർ സ്ട്രാറ്റജി. നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് പോകുമ്പോഴാണ് കിട്ടുന്നത്. ഒരുപാട് ആളുകൾ നേരിടുന്ന ഒരു പ്രശ്നമാണ്, കസ്റ്റമർ കോണ്ടാക്ട് ചെയ്യുന്നു, ആ വഴി അങ്ങോട്ട് പോകുന്നു. ഇതെന്താണ് മാർക്കറ്റിംഗ് എങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യണം, ഇവിടെ കസ്റ്റമറുടെ മൈൻഡിലൂടെ പോകുന്ന കാര്യങ്ങൾ എന്താണ് ആ മിസ്റ്ററി, എന്തുകൊണ്ട് വാങ്ങുന്നില്ല, എല്ലാം കറക്റ്റാണ് എന്നിട്ടും അവർ വാങ്ങുന്നില്ല, ഈ ചോദ്യത്തിനൊക്കെ ഉള്ള ഉത്തരം ഇതാണ്. പ്രോപ്പറായിട്ടുള്ള കോണ്ടാക്റ്റ് നമ്മൾ നിലനിർത്തണം. നിങ്ങൾക്ക് വിശദമായിട്ട് ഈ കാര്യങ്ങളെല്ലാം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ കോഴ്സിൽ പങ്കെടുക്കാം. താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ജോയിൻ ചെയ്യുക. വിശദമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ പഠിക്കാനായിട്ട് സാധിക്കും. ഈ കോഴ്സ് തയ്യാറാക്കിയേക്കണ പ്രയാസം അനുഭവിക്കുന്ന സംരംഭകർക്ക് വേണ്ടിയിട്ടാണ്. സെയിലില്ലാതെ ബുദ്ധിമുട്ടുന്ന ജസ്റ്റ് ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ടുള്ള സംരംഭകർ, അതല്ലാതെ ചെറുകിട ബിസിനസ് ചെയ്യുന്നവർ, ഇനി അതല്ല ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഇപ്പോൾ 3 മാസം കഴിയുമ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സ്മോൾ ബിസിനസ് ഓണേഴ്സിനും അതുപോലെ തന്നെ ആസ്പിരൻസിനും വേണ്ടിയിട്ടുള്ള കോഴ്സാണ്. ഇതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കസ്റ്റമറെ കണ്ടെത്താനും ആ കണ്ടെത്തിയ കസ്റ്റമറെ പേയിങ് കസ്റ്റമറാക്കി മാറ്റാനും സാധിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, വിശദ വിവരങ്ങളെല്ലാം അതിൽ വരും. ഇതുപോലുള്ള വാല്യുബിൾ ആയിട്ടുള്ള ബിസിനസ് കണ്ടൻറ്റുകൾ ഈ ചാനലിൽ നിങ്ങൾക്ക് ഇനിയും പ്രതീക്ഷിക്കാം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.